السلام عليكم أيها الطلاب الكرام، كيف حالكم؟ إني أظن أنكم في تمام الصحة والعافية. പ്രിയപ്പെട്ട +2 വിദ്യാർത്ഥികളെ, നമ്മൾ 4th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹൽ അൻതി വഹീദ എന്ന പാഠമാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പം അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതെല്ലാവരും എഴുതി സാറിന് PM ആയിട്ട് അയച്ചു തരണം. ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് 4th യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ലാ തഖ്തുലു അൻഫുസക്കും എന്ന ചാപ്റ്ററിലേക്കാണ്. ഓക്കെ, ലാ തഖ്തുലു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ആത്മഹത്യ, സൂയിസൈഡ് വളരെ വലിയ കുറ്റകരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇസ്ലാം ആ വിഷയത്തിൽ വളരെ ശക്തമായ താക്കീതാണ് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ആത്മഹത്യക്കെതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ പാപമാണ്, വൻ പാപത്തിൽപ്പെട്ടതാണ് സ്വന്തത്തെ ഹനിച്ചു കളയുക, സ്വന്തത്തെ വധിച്ചു കളയുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും അതിനൊക്കെ ഇവിടെ പരിഹാരമുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മുടെ ശരീരം നമ്മുടേതല്ല, മറിച്ചത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ ദൈവത്തിൻ്റേതാണ് നമ്മുടെ ശരീരം. ആ ശരീരം അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ആത്മഹത്യ വൻ പാപമായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. അപ്പോൾ ആത്മഹത്യക്കെതിരെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സ്വന്തത്തെ കൊന്നുകളയുന്നതിനെതിരെ നമുക്ക് ആ ഒരു വിഷയത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്ബോധനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ. ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത്. നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ ഈ ബ്ലൂ ഇങ്കിൽ കൊടുത്തിട്ടുള്ള ഭാഗം ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു മകൻ്റെ ദുഃഖമാണ്. അഥവാ പുകവലി കാരണത്താൽ രോഗം വന്ന് ആ പുകവലി കാരണത്താൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ മകൻ. നോക്കൂ ആ മകൻ്റെ വാക്കുകളിലേക്ക്. വമാത്ത അബി, എൻ്റെ പിതാവ് മരണപ്പെട്ടു. അമ്മ അന, എന്നാൽ ഞാൻ. അപ്പം എൻ്റെ പിതാവ് മരണപ്പെട്ടു, എന്നാൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നർത്ഥം. വഖുൽതു ഹീന വഖഫ്തു അലാ ഖബരിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിനരികെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, വാ അബത ഉഖ്സിമു ലക ലൻ തമസ്സ യദി
അസ്സിജാറത മറത്തൻ ഉഖ്റ. പിതാവേ, വാബത എന്ന് പറഞ്ഞാൽ പിതാവിനെ വിളിക്കാണ്. പിതാവേ, ഇനി ഒരിക്കലും എൻ്റെ കൈകൾ സിഗരറ്റ് തൊടില്ലെന്ന് ഞാൻ നിങ്ങളോട് ശപഥം ചെയ്യുന്നു. ഉഖ്സിമു ലക എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ശപഥം ചെയ്യുന്നു. ലൻ തമസ്സയദീ, എൻ്റെ കൈകൾ സ്പർശിക്കുകയില്ലേ, ഒരിക്കലും ഇനി സ്പർശിക്കുകയില്ല എന്ന്. അസ്സിജാറത എന്ന് പറഞ്ഞാൽ സിഗരറ്റ്, മറത്തൻ ഉഖ്റ മറ്റൊരു തവണ. അപ്പോൾ ഇനി ഒരിക്കലും എൻ്റെ കൈകൾ സിഗരറ്റ് തൊടില്ലെന്ന് ഞാൻ നിങ്ങളോട് ശപഥം ചെയ്യുന്നു. നഅം, അതെ. തവഖഫ്തു അനി തദ്ഖീൻ, ഞാൻ പുകവലി നിർത്തിയിരിക്കുന്നു. തദ്ഖീൻ മീൻസ് പുകവലി, സ്മോക്കിംഗ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു നോക്കുക. വാക്ക് പാഠത്തിൽ പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അത്തദ്ഖീൻ മീൻസ് പുകവലി. അപ്പം ഞാൻ പുകവലി നിർത്തിയിരിക്കുന്നു. ഹത്താ ലാ യുഅദ്ദിബക അല്ലാഹു ബിസബബി, ഞാൻ കാരണം അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ. ലാ യുഅദ്ദിബക, ശിക്ഷിക്കാതിരിക്കാൻ, അള്ളാഹു ബിസബബി, ഞാൻ കാരണം. അഥവാ ഉപ്പയുടെ ആ ശീലം കണ്ട് മകനും സിഗരറ്റ് വലി തുടങ്ങിയാൽ ആ ഒരു തിന്മയായ കാര്യം മകനെ ശീലിപ്പിച്ചതുകൊണ്ട്, പഠിപ്പിച്ചതുകൊണ്ട്, ആ വിഷയത്തിൽ മാതൃക ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ പിതാവിന് വീണ്ടും കിട്ടും. അപ്പോൾ ഒരു നല്ല കാര്യം പഠിപ്പിച്ചാൽ നമുക്ക് കൂലി കിട്ടും, ചീത്ത കാര്യം പഠിപ്പിച്ചാൽ നമുക്കതിൻ്റെ പ്രതിഫലവും കിട്ടുമല്ലോ. അപ്പം ഞാൻ കാരണത്താൽ അള്ളാഹു താങ്കളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി നാം നിർത്തിയിരിക്കുന്നു. ലാ ലിഅന്നഹാ ദാറ, അതല്ലാതെ അത് ഹാനികരമായതിനാലല്ല. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കാരണത്താൽ അള്ളാഹു താങ്കളെ ശിക്ഷിക്കാതിരിക്കാൻ. ദാറ എന്ന് പറഞ്ഞാൽ ഹാനികരം. ബൽ ബൽ, പക്ഷേ പക്ഷേ, ഫഖദ് തഅല്ലംതു അത്തദ്ഖീന മിൻക, അങ്ങയിൽ നിന്ന് ഞാൻ പുകവലി പഠിച്ചു. ഞാൻ പുകവലി പഠിച്ചത് താങ്കളിൽ നിന്നാണ്. വൽ ആൻ ഖദ് ആനൽ അവാനു ലിയഖൂലു ലക, എന്നാൽ ഇപ്പോൾ, വൽ ആൻ ഇപ്പോൾ, നൗ, ഇപ്പോൾ അങ്ങയോട് പറയേണ്ട സമയമായിരിക്കുന്നു. ഖദ് ആനൽ അവാൻ എന്നാൽ സമയമായിരിക്കുന്നു. ലിയഖൂല ലക, താങ്കളോട് പറയാനുള്ള സമയം. അബീ, എൻ്റെ പിതാവേ, അന ലാ ഉരീദു അൻ അകൂന അസീറൻ ലിഹാദർ റുക്നി ഫി ദാലിക്കൽ മുസ്തശ്ഫ, ആ ഹോസ്പിറ്റലിലെ ഒരു മൂലയിൽ തടവുകാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രോഗം വന്ന്, ക്യാൻസർ വന്ന് ഒരു ഹോസ്പിറ്റലിൻ്റെ ഏതെങ്കിലും മൂലയിൽ നിത്യരോഗിയായി കിടക്കേണ്ടുന്നൊരവസ്ഥ, ആ ഒരവസ്ഥ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. ലൗരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അനകൂന അസീറൻ, ഒരു തടവുകാരനാവാൻ, ലിഹാദർ റുക്ൻ ഫീ ദാലിക്കൽ മുസ്തശ്ഫ, ആ ഹോസ്പിറ്റലിലെ ആ ഒരു മൂലയിൽ. വഔലാദി യതഅദ്ദബൂന മിൻ ഹൗലി, എൻ്റെ മക്കൾ എനിക്ക് ചുറ്റും നിന്ന് വിഷമിക്കുമ്പോൾ അതെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. പിതാവായ എൻ്റെ ചുറ്റും, നിത്യരോഗിയായ എനിക്ക് ചുറ്റും എൻ്റെ മക്കൾ പിതാവായ എന്നെ കണ്ട് വിഷമിക്കുന്നത് ഞാനൊരിക്കലും അതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതും ഒരു കാരണമാണ്. അന ലാ അർളാ അൻ യകൂനു അബദതൻ ലിതിൽകൽ ലഈന, അവർ ഈ ശപിക്കപ്പെട്ടതിൻ്റെ അടിമയാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അന ലാ അർളാ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അൻ യകൂനു, അവർ ആയിത്തീരുന്നത്, അഥവാ മക്കളായിത്തീരുന്നത്,
അബദത്തൻ അടിമകൾ, ലിത്തിൽക്കൽ ലഈന ഈ ശപിക്കപ്പെട്ടതിൻ്റെ, സാഖലൗ അൻഹൽ ആൻ ഇപ്പോൾ തന്നെ ഞാനത് ഉപേക്ഷിക്കും, ഇപ്പോൾ തന്നെ ഞാനത് ഉപേക്ഷിക്കുകയാണ്. അഥവാ അത്തദ്ഖീൻ പുകവലി. വൽയർഹംകല്ലാഹു യാ അബീ പിതാവേ അല്ലാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ. വയർഹംകല്ലാഹു അബീ പിതാവേ അല്ലാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ. അപ്പോൾ പിതാവിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് പിതാവിന് വേണ്ടി ദുആ ചെയ്യാണ്. വമാത അബീ എൻ്റെ പിതാവ് മരണപ്പെട്ടു. അമ്മ അന എന്നാൽ ഞാൻ, ഫഖദ് തവഖഫ്തു അനിത്തദ്ഖീൻ ഞാൻ പുകവലി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാണ് പുകവലി കാരണത്താൽ രോഗം ബാധിച്ച് മരണപ്പെട്ട ഒരു പിതാവിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് ഒരു മകൻ്റെ വിലാപം, ഒരു മകൻ്റെ ദുഃഖം, അതോടൊപ്പം ആ മകൻ തൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ. ഇതാണ് പാഠത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് പുകവലിയുടെ ആ ഒരു അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ ലോകം മുഴുവൻ പുകവലിക്കെതിരാണ്. നമുക്കറിയാം, ജൂൺ 26 യൗമുൻ ആലമിയുൻ ലിമുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്, ലോക ലഹരി വിരുദ്ധ ദിനമായി ലോകം കൊണ്ടാടുന്നു. ജൂൺ 26 ആ ദിവസം ലഹരി ഉപയോഗത്തിനെതിരെ, പുകവലിക്കെതിരെ ശക്തമായ സെമിനാറുകളും അതുപോലെ തന്നെ ജനങ്ങളെ പുകവലിയുടെ ദോഷഫലങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുമൊക്കെ ആ ദിവസം ലോകം ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ പല ആവർത്തി വായിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഇനി നമുക്ക് പാഠത്തിലെ ഒരു പാരഗ്രാഫ് കൂടി നമുക്ക് വായിക്കാം. അത്തദ്ഖീനു മിൻ അക്ബറിൽ ആഫാത്ത് അല്ലത്തി യുആനി മിൻഹ കുല്ലു മുജ്തമഅ എല്ലാ സമൂഹവും അനുഭവിക്കുന്ന വൻ വിപത്തുകളിൽ ഒന്നാണ് പുകവലി. അത്തദ്ഖീൻ പുകവലി മിൻ അക്ബറിൽ ആഫാത്ത് വൻ വിപത്തുകളിൽ ഒന്നാണ്. അല്ലത്തി യുആനി മിൻഹ കുല്ലു മുജ്തമഅ എല്ലാ സമൂഹവും അനുഭവിക്കുന്ന. വയുഅദ്ദു വാഹിദൻ മിൻ അഖ്താരി റഈസിയ്യ അല്ലത്തി തുഹദ്ദിദു സിഹത്തൽ ഇൻസാൻ മാനവാരോഗ്യത്തെ അഥവാ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രധാന അപകടങ്ങളിൽ ഒന്നായി അത് ഗണിക്കപ്പെടുന്നു. വയുഅദ്ദു അത് ഗണിക്കപ്പെടുന്നു. വാഹിദൻ മിൻ അഖ്താരി റഈസിയ്യ പ്രധാനപ്പെട്ട അപകടങ്ങളിൽ ഒന്നായി. അല്ലത്തി തുഹദ്ദിദു സിഹത്തൽ ഇൻസാൻ മനുഷ്യൻ്റെ ആരോഗ്യത്തെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന. ويشير العديد من الدراسات إلى أن هذه العادة السيئة تبدأ في سن المراهقة والشباب ഈ ദുശ്ശീലം കൗമാരപ്രായത്തിലും യൗവനത്തിലും ആരംഭിക്കുന്നതായി നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വയുഷീറു അദീദു മിനദ്ദിറാസാത്ത് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇലാ അന്ന ഹാദിഹിൽ ആദത്തി സയ്യിഅ ഈ ദുശ്ശീലം തബ്ദഉ അത് തുടങ്ങുന്നു ഫി സിന്നിൽ മുറാഹഖത്തി വശബാബ് യൗവനത്തിൽ, കൗമാരപ്രായത്തിലും യൗവനത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. 10 വയസ്സിൽ തന്നെ കുട്ടികൾ പുകവലി തുടങ്ങുന്നുണ്ട് എന്നാണ് നമ്മളെ കേരളത്തിൽ തന്നെ പുതിയ പഠനം തെളിയിക്കുന്നത്. അപ്പോൾ അത്രയും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ തൻ്റെ മാതാപിതാക്കളുടെ ശീലങ്ങൾ കണ്ടോ അങ്ങനെ പലരാലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് പല കുട്ടികളും ചെറുപ്പത്തിലേ ഇത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.